രാവിലെ ഉണരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത ഭാരം തോന്നുന്നുണ്ടോ? അതുപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വന്ന് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യവും അസ്വസ്ഥതയും വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തനിച്ചല്ല. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളിൽ ഭൂരിഭാഗം പേരും കടന്നു പോകുന്ന ഒരു സാധാരണ പൊതുവായിട്ടുള്ള ഒരവസ്ഥയാണ് ഇത്. ഇതിനെ നമുക്ക് മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് എന്ന് വിളിക്കാം. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ട്രെസ്സിനെ കുറിച്ചാണ്. വെറുതെ സന്തോഷമായിട്ടിരിക്കൂ എന്നുള്ള ഉപദേശങ്ങളല്ല ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. മറിച്ച് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിലും ശരീരത്തിലുമെല്ലാം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നും മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് അതിനെ എങ്ങനെ വളരെ എളുപ്പത്തിൽ മറികടക്കാം എന്നുള്ളതുമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിലാക്കുന്ന ആ ഒരു കാര്യം എന്താണ്? നിങ്ങളുടെ ജോലിയാണോ? അതോ സാമ്പത്തികമാണോ? അതോ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളാണോ? അതെന്താണ് എന്നുള്ളത് ചുവട്ടിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് അത് വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാം. അതുപോലെ നിങ്ങൾ ദിവസവും സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാളാണ് എങ്കിൽ ഈ വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ട്രെസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു വില്ലനൊന്നുമല്ല. മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ പ്രക്രിയയിൽ നമ്മളെ ജീവനോടെ നിലനിർത്താൻ സഹായിച്ചതിൽ ഈ സ്ട്രെസ്സിന് വളരെ വലിയ ഒരു പങ്കുണ്ട്. ഉദാഹരണത്തിന് കാട്ടിൽ ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികരുണ്ടല്ലോ, അവർ ഒരു സിംഹത്തെ കാണുന്നു എന്ന് കരുതുക. ആ ഒരു നിമിഷം അവരുടെ തലച്ചോറിലെ അമിഗ്ഡല എന്നുള്ള ഭാഗം അവർക്ക് ഒരു അപായ സൂചന നൽകും. ഈ അപായ സൂചന കിട്ടുന്നതോടുകൂടി കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അതായത് ഒന്നുകിൽ ആ സിംഹത്തോട് പൊരുതണം, അതല്ലെങ്കിൽ അവിടെ ഓടി രക്ഷപ്പെടണം. ഇതിനെ സൈക്കോളജിയിൽ പൊതുവായിട്ട് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ആ സിംഹത്തിനോട് പൊരുതി ജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പഴയതുപോലെ ശാന്തമാകും. പക്ഷേ ഇന്നത്തെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ യഥാർത്ഥ സിംഹങ്ങളൊന്നുമില്ല. പകരം ഓഫീസിലെ ടാർഗറ്റ്, അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ട്രാഫിക് ബ്ലോക്ക്, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മുന്നിലെ സിംഹങ്ങൾ. പക്ഷേ നമ്മുടെ തലച്ചോറിന് യഥാർത്ഥ സിംഹത്തെയും അതുപോലെ ബോസിൻ്റെ ഇമെയിലിനെയും നമ്മുടെ സാമ്പത്തിക അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന സമ്മർദ്ദത്തെയും ഒന്നും വേർതിരിച്ചറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് എല്ലാ ദിവസവും അതുപോലെ എല്ലാ സമയവും ഈ വിധത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരം ഈ സ്ട്രെസ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ സ്ട്രെസ്സ് എന്നുള്ളത് അതിനെ ഒരു സ്ഥിരം ശീലമായിട്ട് മാറ്റും. ഇതാണ് ഒരു സാധാരണ വ്യക്തിയിൽ സദാസമയവും സ്ട്രെസ്സും ഭയവുമെല്ലാം നിലനിൽക്കാനുള്ള പ്രധാന കാരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുന്നത്? നമ്മുടെ ഉപബോധ മനസ്സിനെയും നാഡീവ്യൂഹത്തെയും ഒക്കെ ശാന്തമാക്കാൻ കഴിയുന്ന ഏറ്റവും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട 3 എളുപ്പ വഴികൾ ഞാനൊന്ന് പങ്കുവയ്ക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് 4-7-8 എന്നുള്ള ശ്വസന രീതിയാണ്. അതായത് ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ്. സ്ട്രെസ്സ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ശ്വാസോച്ഛ്വാസം വളരെ വേഗത്തിലാകും. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ 4-7-8 രീതി.
അതായത് സ്ട്രെസ്സ് തോന്നുന്ന സമയത്ത് കണ്ണുകളടച്ച് ഒന്ന് ശാന്തമായിട്ട് ഇരിക്കുക. അതിനുശേഷം സാവധാനം ഒന്ന് കണ്ണുകളടയ്ക്കുക. എന്നിട്ട് ഒരു 4 സെക്കൻഡ്, ഏകദേശം ഒരു 4 സെക്കൻഡ് സമയമെടുത്തുകൊണ്ട് മൂക്കിലൂടെ മെല്ലെ ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ഇങ്ങനെ 4 സെക്കൻഡ് സമയം കൊണ്ട് മൂക്കിലൂടെ മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. അതിനുശേഷം 7 സെക്കൻഡ് സമയം ആ ശ്വാസം ഉള്ളിൽ മെല്ലെ ഇങ്ങനെ പിടിച്ചു വയ്ക്കണം, പിടിച്ചു നിർത്തണം. പുറത്തേക്ക് വിടരുത്, ഉള്ളിൽ തന്നെ പിടിച്ചു വയ്ക്കുക. കഴിയുന്നിടത്തോളം നെഞ്ചിൽ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം 8 സെക്കൻഡ് സമയമെടുത്തിട്ട് വായിലൂടെ പതിയെ ആ ശ്വാസം പുറത്തേക്ക് വിടണം. ഇങ്ങനെ മെല്ലെ പുറത്തേക്ക് വിടണം. ഈ വിധത്തിൽ ഒരു 4 5 പ്രാവശ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തലച്ചോറിലെ പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ഉത്തേജിപ്പിക്കപ്പെടും. അപ്പോൾ ശരീരം പെട്ടെന്ന് ശാന്തമാകും. കൂട്ടത്തിൽ ഒരു കുഞ്ഞ് സ്മൈലും കൂടി കൊടുക്കാൻ പറ്റുകയാണ് എങ്കിൽ നിങ്ങളിൽ എത്ര വലിയ മാനസിക സമ്മർദ്ദമാണ് ആ സമയത്തുണ്ടായത് എങ്കിലും അതിൽ നിന്നെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി മറ്റൊരു ടെക്നിക്കിലേക്ക് നമുക്ക് പോകാം. ഇത് 5 4 3 2 1 ഗ്രൗണ്ടിങ് ടെക്നിക്കാണ്. അതായത് അമിതമായിട്ടുള്ള ഉത്കണ്ഠയോ ടെൻഷനോ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ശരിക്കും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ ഓർത്തിട്ട് ഭയപ്പെടും, അല്ലേ? ഇനി എന്തായിരിക്കും സംഭവിക്കുക, പണ്ടങ്ങനെയാണ് സംഭവിച്ചത്, അപ്പോൾ വലിയ പ്രശ്നമാവില്ലേ, തുടങ്ങിയ ചിന്തകളിലേക്കെല്ലാം നമ്മുടെ മനസ്സ് പോകും. അന്നേരം ആകെ അസ്വസ്ഥമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മനസ്സിനെ ഈ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് തിരികെ കൊണ്ടുവരാൻ, അതായത് ഈ നിമിഷത്തിലേക്ക് നമുക്ക് തിരികെ കൊണ്ടുവരാൻ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. അതിന് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കുക. അതിനുശേഷം ചുറ്റുപാടും വെറുതെ ഇങ്ങനെ ഒന്ന് കണ്ണോടിക്കുക, വളരെ ഫ്രീ ആയിട്ട് കണ്ണോടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ കാണാൻ പറ്റുന്ന ഒരു 5 വസ്തുക്കളുടെ പേര് മനസ്സിൽ നിങ്ങളൊന്ന് പറയുക. ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു ടേബിൾ കാണും, ഒരു പെൻ കാണും, ഒരു പെൻസിൽ കാണും, ഒരു ബുക്ക് കാണും, അല്ലെങ്കിൽ ചുവരിലുള്ള ഒരു ചിത്രം കാണും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. ഇങ്ങനെ 5 കാര്യങ്ങൾ, 5 വസ്തുക്കളുടെ പേര് മനസ്സിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊട്ടറിയാൻ പറ്റുന്ന ഒരു 4 കാര്യങ്ങളെ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് നമ്മുടെ തന്നെ വസ്ത്രം, അതുപോലെ നമ്മളിരിക്കുന്ന ഭാഗത്തുള്ളൊരു മേശയുണ്ടെങ്കിൽ അത്, നിങ്ങളുടെ മുന്നിൽ ഒരു മൗസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത്, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് തൊട്ടറിയാൻ പറ്റുന്നത്, അങ്ങനെയുള്ള 4 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് കേൾക്കാൻ പറ്റുന്ന 3 ശബ്ദങ്ങളെ ശ്രദ്ധിക്കുക. അതൊരു പക്ഷേ പുറത്താരെങ്കിലും സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ വാഹനങ്ങൾ പോകുന്ന ഒച്ചയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാനിൽ നിന്നുള്ള ഒച്ചയായിരിക്കാം, ചിലപ്പോൾ എ സിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒച്ചയായിരിക്കാം. ഇങ്ങനെ കേൾക്കാൻ പറ്റുന്ന 3 ശബ്ദങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത ഘട്ടം, നിങ്ങൾക്ക് മണക്കാൻ സാധിക്കുന്ന 2 ഗന്ധങ്ങൾ. ഈ 2 ഗന്ധങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതെന്തുമാകാം. ചിലപ്പോൾ പുറത്തുനിന്നൊരു ഫുഡിൻ്റെ മണമായിരിക്കും വരിക, അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പെർഫ്യൂമിൻ്റെ ഗന്ധം കിട്ടും, അല്ലെങ്കിൽ ആ ചുറ്റുപാടുകളുടെ ഗന്ധം. അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്ന 2 ഗന്ധങ്ങളെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് രുചിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെ കൂടി നമ്മൾ അറിയണം. അധികമൊന്നും പോകണ്ട. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലൊരു മിഠായി ഉണ്ടെങ്കിൽ ആ മിഠായി എടുത്ത് കഴിക്കുക. അതിൻ്റെ രുചിയെ ശരിക്കും അനുഭവിച്ചറിയുക. ഇനി അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് അനുഭവിച്ചറിയുക. അങ്ങനെ എന്തെങ്കിലും ഒരു രുചി ഒന്ന് അനുഭവിച്ചറിയുക. അപ്പോൾ ഈ ഒരു ചെറിയ പ്രക്രിയയിലൂടെ സംഭവിക്കുന്നത്, നിങ്ങളുടെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തിലേക്ക് തിരിയും. തലച്ചോറ് മറ്റൊരു വിധത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതിലൂടെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ശാന്തമാകാൻ സാധിക്കും.
ഇത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് പ്രസൻറ്റ് മൂമെൻറ്റിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക എന്നുള്ളത്. ഇനി മൂന്നാമത്തെ മാർഗ്ഗത്തിലേക്ക് പോകാം. സ്ട്രെസ് അനുഭവിക്കുന്ന പല വ്യക്തികളും രാത്രി കിടക്കുന്ന സമയത്ത് സ്വയം അവനവനോട് തന്നെ പറയുന്നത്, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്ക് ഇത് താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് അല്ലേ? വാസ്തവത്തിൽ ഇത് തികച്ചും പ്രതികൂലമായിട്ടുള്ള ഒരു സജഷനാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിന് പകരം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിനോട് പറയുന്നത് എങ്കിലോ. ഉദാഹരണത്തിന്, ഞാൻ കൂടുതൽ ശാന്തമായി കൊണ്ടേയിരിക്കുന്നു, നാളത്തെ ദിവസം അല്ലെങ്കിൽ വരുന്ന ദിവസം ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ ഉണരും, തുടങ്ങിയ നിർദ്ദേശങ്ങൾ നമ്മളോട് തന്നെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. ഇതിനെ പൊതുവിൽ ഓട്ടോ സജഷൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ അഫർമേഷൻസ് എന്ന് പറയാം. ഇത് നമ്മുടെ ചിന്താരീതിയെ തന്നെ മാറ്റിമറിക്കാൻ വളരെ ഗംഭീരമാണ്. ഇത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എഴുതിയൊരു പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ് എന്നുള്ളൊരു പുസ്തകമുണ്ട്. മുൻപൊരു വീഡിയോയിൽ ഞാനത് പരിചയപ്പെടുത്തിയിരുന്നു. ആ പുസ്തകത്തിലും ഇതുപോലെയുള്ള നിർദ്ദേശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ സ്വയം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ വളരെ ആഴത്തിൽ റിലാക്സ്ഡ് ആക്കാൻ പറ്റും. നമ്മുടെ ഇതേ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ട്. ഒരു മെഡിറ്റേഷനില്ല, കുറേയധികം ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ട്. മനസ്സ് ശാന്തമാകാനൊക്കെയുള്ള ഒത്തിരി ഗൈഡഡ് മെഡിറ്റേഷനുകളുണ്ട്. അപ്പോൾ ഈ വിധത്തിലുള്ള ഗൈഡഡ് മെഡിറ്റേഷനുകൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ സ്ട്രെസ്സിൽ നിന്ന് വളരെ വളരെ വേഗത്തിൽ പുറത്തേക്ക് വരാൻ പറ്റും. നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ രാവിലെ ഉണരുന്ന സമയത്തൊക്കെ ഈ ഗൈഡഡ് മെഡിറ്റേഷൻസ് ഹെഡ്ഫോൺ വെച്ചിട്ട് കേൾക്കുമെങ്കിൽ അസാധാരണമായിട്ടുള്ള മാറ്റം അനുഭവിക്കാൻ സാധിക്കും. ആ വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഐ ബോക്സിലും കൊടുത്തേക്കാം. അതുപോലെ കൃത്യമായിട്ട് വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നതും സ്ട്രെസ്സ് കുറയ്ക്കാൻ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. അതൊരു പക്ഷേ ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നല്ലത്. അതല്ലാത്ത പക്ഷം നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഡെയിലി ഏതെങ്കിലും വിധത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക. ഇനി അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, വളരെ ഗൗരവമേറിയ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ സ്ട്രെസ് ഇല്ലാത്തവരായിട്ട് ആരുമില്ല. ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ സ്ട്രെസ് ഉണ്ടാകും. അതല്ലാതെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഉള്ള ഡ്രസ്സിനെ കൂട്ടാനൊന്നും നിൽക്കണ്ട. പക്ഷേ നമുക്ക് ഈ സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഇന്ന് സംസാരിച്ച ഈ 4-7-8 ബ്രീത്തിങ് ടെക്നിക്ക്, അതുപോലെ ഗ്രൗണ്ടിങ് ടെക്നിക്കുകൾ, ഗൈഡഡ് മെഡിറ്റേഷൻ വഴിയുള്ള പോസിറ്റീവ് സജഷനുകൾ, ഇതെല്ലാം കുറഞ്ഞത് ഒരു 21 ദിവസമെങ്കിലും തുടർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റം തീർച്ചയായിട്ടും നിങ്ങളിൽ സംഭവിക്കും. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ ഈ വീഡിയോയുടെ ചുവട്ടിൽ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. കാരണം അത് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന, സ്ട്രെസ് അനുഭവിക്കുന്ന മറ്റ് പലർക്കും വലിയൊരു പ്രചോദനമായിട്ട് മാറും. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ചില സാഹചര്യങ്ങളിൽ നമ്മൾ സ്വയം എത്രയൊക്കെ ശ്രമിച്ചാലും ഈ സമ്മർദ്ദങ്ങളെ മറികടക്കാൻ സാധിച്ചു എന്ന് വരില്ല. നമുക്ക് സ്വയം മറികടക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഈ സ്ട്രെസ്സ് നിങ്ങളുടെ ഉറക്കത്തെയോ അല്ലെങ്കിൽ ജോലിയെയോ കുടുംബ ബന്ധങ്ങളെയോ ഒക്കെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന തലത്തിലേക്ക് മാറുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെയോ ഒക്കെ സഹായം തേടാൻ ഒരിക്കലും മറക്കരുത്. അതിന് മടിക്കേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല. നമ്മൾ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് സാധാരണ ഒരു ഡോക്ടറെ കാണുന്നില്ലേ? അതുപോലെ വളരെ സ്വാഭാവികം തന്നെയാണ് മാനസിക ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി നമ്മൾ ഒരു പ്രൊഫഷണലിൻ്റെ സഹായം സ്വീകരിക്കുന്നത്. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ആ വിധത്തിൽ ഒരു കൺസൾട്ടേഷൻ ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്കിവിടെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെയുള്ള കൺസൾട്ടേഷൻ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കും.
തുടർച്ചയായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ അനന്തരഫലങ്ങളിൽ ഒന്നാണ് ഉറക്കമില്ലായ്മ, ഇൻസോംനിയ. നമ്മുടെ അടുത്ത വീഡിയോയിൽ ഉറക്കക്കുറവിൻ്റെ മാനസികമായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ച്, അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരങ്ങളെക്കുറിച്ച്, കൃത്യമായിട്ട് ഉറക്കം ലഭിക്കാനുള്ള സ്ലീപ്പ് ഹൈജീൻ രീതികളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോയിലെ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. സ്ട്രെസ് അനുഭവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ പ്രിയപ്പെട്ടവർക്കുമൊക്കെ ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ വളരെ ഉപകാരപ്രദമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.